നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 4-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ശുകസാരസ്വതം എന്ന് പ്രസിദ്ധമായ അധ്യായമാണിത്. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഇതിനു മുമ്പുള്ള 2 അധ്യായങ്ങളിലായിട്ട് വിരാട് പുരുഷ ധ്യാനത്തെക്കുറിച്ചും അഷ്ടാംഗ യോഗ സാധനകളെക്കുറിച്ചും അതിലൂടെ ആത്മാവിനെ ഈശ്വരനിൽ വിലയിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ വർണ്ണിച്ച് കേൾപ്പിച്ചു. 3-ാം അധ്യായത്തിൽ അനേകം കാമ്യമായ ലൗകികമായ ലാഭങ്ങൾ നേടിയെടുക്കാനുള്ള ഉപാസനാരീതികളെക്കുറിച്ചും വർണ്ണിച്ച് കേൾപ്പിച്ചു. ഈ വർണ്ണനകൾ കേട്ടുകഴിഞ്ഞപ്പോൾ ശൗനക മഹർഷി സൂതനോട് ചോദിക്കുകയാണ്, പരീക്ഷിത് ശുകസംവാദത്തെ അങ്ങ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരൂ. ആ സംവാദത്തിലൂടെ അങ്ങ് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരൂ. ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ കൊതിക്കാത്ത കാതുകൾ കേവലം മുഖത്തുള്ള ദ്വാരം മാത്രമാണല്ലോ. അതിൻ്റെ ആവശ്യമെന്താണ് എന്നൊക്കെ അദ്ദേഹം ഭഗവാനെക്കുറിച്ച് ശ്രീ ശുകബ്രഹ്മർഷിയുടെ വാക്കുകളിലൂടെ കേൾക്കാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടമാക്കി. 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ സൂതൻ ആ ചോദ്യത്തിൻ്റെ, അതായത് ശൗനക മഹർഷി 3-ാം അധ്യായത്തിൻ്റെ അവസാനം ചോദിച്ചതായി പ്രസ്താവിച്ച ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. സൂതന് പറയാനുള്ളത് അത് തന്നെയാണ്. വാക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് മറുപടി പറയാൻ ആരംഭിച്ചു. ശൗനക മഹർഷി കാമ്യമായ ലൗകികമായ സാധനകളുടെ വിഷയത്തിൽ ഒരു നല്ല പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ കഴിയും. സ്നാതമന്യത്ര ഛാന്ദസാൽ, ഛന്ദസ് അതായത് വേദശാസ്ത്രം, അതിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ധൂമ്രാത്മനാം, ആ കാമ്യമായ കർമ്മങ്ങളനുഷ്ഠിച്ച് എൻ്റെ കണ്ണിലും മൂക്കിലുമൊക്കെ പുക കയറി മൂടപ്പെട്ടിരിക്കുന്നു. ഹൃദയവും പുക പിടിച്ച പോലെയാണ് എന്നൊക്കെ ശൗനക മഹർഷി പല ഭാഗങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊക്കെ വിരക്തി തോന്നിയിട്ടാണ് ശൗനക മഹർഷി ഭാഗവതത്തെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത്. ഏകദേശം അതേ അവസ്ഥയിലായിരുന്നു പരീക്ഷിത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. പരീക്ഷിത്ത് ആത്മജായാസുതാകാര പശുദ്രവിണബന്ധുഷു, അങ്ങ് എങ്ങനെയാണോ ലൗകിക വിഷയങ്ങളിലൊക്കെ വൈരാഗ്യം വന്നവനായിട്ടിരിക്കുന്നത്, അതുപോലെ തൻ്റെ ശരീരം, ഭാര്യ, കുട്ടികൾ, രാജ്യം, സ്വത്ത്, സൈന്യം, അധികാരം തുടങ്ങി സർവ വിഷയങ്ങളിലും മമതാം ജഹവു, മമതയെ ഉപേക്ഷിച്ചിട്ടുള്ള ആളായിരുന്നു പരീക്ഷിത്ത്. അങ്ങേക്കെങ്ങനെയാണോ
ഈ ലൗകിക കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യവും ഇല്ലാതായി തീർന്നത്, വിരക്തി വന്നത്. അതുപോലെ ഇതൊക്കെ മതി, ഇനി ഈ വിധത്തിലുള്ളവ നേടിയെടുക്കേണ്ടതിനുള്ള ഉപായങ്ങളൊന്നും തന്നെ അന്വേഷിച്ച് നടക്കേണ്ടതില്ല എന്ന് തോന്നിയത്. അതേ അവസ്ഥയിലാണ് പരീക്ഷിത്തും ഇരുന്നത്. ഒരു പക്ഷേ പരീക്ഷിത്തുമായുള്ള ഒരു താതാത്മ്യം, ഐക്യം ആ മഹർഷിയുടെ വാക്കുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടാവാം. എന്തായാലും ശൗനക മഹർഷിയെ സമാധാനിപ്പിച്ചതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് സൂതൻ ശ്രീശുക ബ്രഹ്മർഷിയും പരീക്ഷിത്തും തമ്മിലുള്ള സംവാദത്തിലേക്ക് പ്രവേശിക്കുകയായി. അവിടെ പരീക്ഷിത്തിൻ്റെ ഒരു ചോദ്യമാണ് വിസ്തരിച്ചു പറയുന്നത്. നൂനം ഭഗവതോ രാജൻ ഹരേരത്ഭുതകർമ്മണ ദുർവിഭാവ്യമിവാഭാതി കവിഭിശ്ചാവിചേഷ്ടിതം. കവികൾക്ക് കൂടി, കവികളെന്ന് വെച്ചാൽ വേണ്ടതുപോലെ അറിയുന്ന ആൾക്കാർ, മുൻകൂട്ടി കാണാൻ കഴിവുള്ളവർ എന്നൊക്കെയാണ് വിവക്ഷ. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഭഗവാന്റെ സൃഷ്ടിലീലയെ യഥാ ഇദം പ്രജതേ വിശ്വം, ഈ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ചത്, അത് കഴിഞ്ഞ് അതിനെ ഇപ്പോഴുള്ള വിധത്തിൽ സംരക്ഷിക്കുന്നത്, ഒടുവിൽ അതിനെ സംഹരിക്കുന്നത്, ഈ സൃഷ്ടി സ്ഥിതി സംഹാര ലീല, ഭഗവാന്റെ മായാവിലാസം, അത് കവികൾക്ക് കൂടി ദുർവിഭാവ്യമാണ്. അവർക്ക് പോലും വിഭാവനം ചെയ്യാൻ അത്ര എളുപ്പമല്ല. എത്ര അത്ഭുതമാണ്! ഭഗവാൻ അന്യമായ യാതൊരു ഉപാധിയും കൂടാതെ, ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന്, ഭഗവാൻ തന്നിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ എത്ര വൈവിധ്യമാർന്ന രീതിയിലുള്ള വസ്തുക്കളായി ആവിഷ്കരിക്കുകയുണ്ടായി. ഒന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്നത് എത്രത്തോളം അത്ഭുതമാണ്! ഇതെല്ലാം നാളെ ഇല്ലാതായി ഭഗവാൻ മാത്രം അവശേഷിക്കുന്ന ഒരവസാനവും വരാനുള്ളതായി അറിയുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. അതെങ്ങനെ സംഭവിക്കും, എങ്ങനെ ആയിരിക്കും അത് എന്നത് ദുർവിഭാവ്യമാണ്, ഊഹിക്കാൻ സാധ്യമല്ല. അത് മഹാത്മാക്കൾക്ക്, കവികൾക്ക്, തത്വചിന്തകന്മാർക്ക് പോലും ആലോചിക്കാൻ അഥവാ ബുദ്ധി കൊണ്ട് അറിയാൻ വളരെ വിഷമമുള്ളതായിട്ട് തോന്നുന്നു. അങ്ങ് അതിൻ്റെ സാങ്കത്യത്തെ, അതെങ്ങനെയാണ് ഭഗവാന്റെ ഈ സൃഷ്ടിസ്ഥിതി സംഹാര ലീലകൾ ഈ ലോകത്ത് നടക്കുന്നത് എന്ന് അങ്ങ് എനിക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. പരീക്ഷത്തിന് മറ്റു വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. വാസ്തവത്തിൽ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ ഒരു പരീക്ഷണത്തിന് പാത്രീഭൂതനാക്കിയതാണോ എന്ന് പോലും സംശയിക്കാം. അദ്ദേഹത്തിന് ശരീരം രക്ഷിക്കുകയാണ് വേണ്ടത്, അതുമാത്രമാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപായം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മരണം സംഭവിക്കാതെ ആയുസ് കിട്ടുകയാണ് വേണ്ടത് എന്നാണെങ്കിൽ, ആയുസ് കിട്ടാൻ വേണ്ടി ആയുഷ്കാമന്മാരായ ആളുകൾ അനുഷ്ഠിക്കേണ്ട വഴിയും അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിനൊക്കെ ഉപാധികൾ അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പാണ് അത് പറഞ്ഞു കൊടുക്കാൻ മറ്റാരോടെങ്കിലും നിർദ്ദേശിച്ചുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയേനെ.
അതൊക്കെ നിർദ്ദേശിക്കാൻ പ്രാപ്തരായ എത്രയോ ആചാര്യന്മാർ ആ സദസ്സിലുണ്ട്. അങ്ങനെയൊരു ഉപദേശം നൽകാനല്ല ശ്രീ ശുകബ്രഹ്മർഷി വന്നത്. അത് നല്ലപോലെ അറിയുന്നയാളാണ് പരീക്ഷിത്ത്. അതുകൊണ്ട് ഈ വക ഉപാസനാ വിഷയങ്ങളെ കേട്ടപ്പോൾ പരീക്ഷത്ത് അതല്ല തനിക്ക് കേൾക്കാനുള്ളത്, അതറിയാനല്ല തനിക്ക് ആഗ്രഹമുള്ളത് എന്ന് തൻ്റെ മനസ്സിനെ ശ്രീ ശുക ബ്രഹ്മർഷിക്ക് മുമ്പിൽ തുറന്നു കാട്ടി, ആഗ്രഹത്തെ വ്യക്തമാക്കി. പരീക്ഷത്തിൻ്റെ ആ ചോദ്യം ശ്രീ ശുകബ്രഹ്മർഷിക്ക് വളരെയധികം സംതൃപ്തി ഉളവാക്കി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഭാഗവതത്തെ വിസ്തരിച്ച് വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ മുൻപേ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വാക്ക് ഭഗവാനിൽ നിന്ന്, തൻ്റെ ഹൃദയത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് തന്നെ പ്രവഹിക്കണം. ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം എന്ന ഉദ്ദേശ്യത്തോടുകൂടി അതിനായിട്ട് 12 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഒരു ശ്ലോകം കൊണ്ട് തൻ്റെ പിതാവും ഗുരുവുമായ വേദവ്യാസ മഹർഷിയെയും സ്തുതിക്കുകയാണ്. നമഃ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് തന്നെ. നമഃ പരസ്മൈ പുരുഷായ ഭൂയസേ, പരമപുരുഷനായിക്കൊണ്ട നമസ്കാരം. സൃഷ്ടിസ്ഥിതി സംഹാര ലീലകൾ ചെയ്തുകൊണ്ട് അവ നിർവഹിക്കുന്നതിന് വേണ്ടി തൻ്റെ സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഓരോരോ മൂർത്തികളായിട്ട് ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും മഹാദേവനായിട്ടും അവതരിച്ചുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ പോലും സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങളുടെയും അന്തര്യാമിയായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വിരാജിക്കുന്ന ആ ഭഗവാന് അന്തര്യാമിയൊക്കെയാണ്. എന്നാൽ ഈ ഭഗവാനെ എല്ലാവർക്കും കാണാൻ പറ്റുമോ? അതൊട്ടില്ല താനും. ആ ഉപലക്ഷ്യവർമാവായിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത മാർഗത്തോടു കൂടിയവനായിട്ട് ശോഭിക്കുന്ന ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്ന് ആദ്യം സ്തുതിച്ചു. അത് കഴിഞ്ഞ് ഭൂയോ നമ, വീണ്ടും നമസ്കാരം. സദ്വൃജിനച്ഛിതയെ അസതാം അസംഭവായ, സത്തുക്കളായവർക്ക് എല്ലാ വൃജിനങ്ങളെയും അവരുടെ എല്ലാ ദുഃഖങ്ങളെയും, വൃജിനം എന്നതിനർത്ഥം ദുഃഖം, ശമിപ്പിക്കുന്നവനായിട്ട്, സൽപുരുഷന്മാരുടെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനായിട്ടും, അസത്തുക്കളായ ആളുകൾക്ക് അന്വേഷിച്ചാലും കിട്ടാത്ത ആളായിട്ടും, അഖില സത്വമൂർത്തിയായി എല്ലാ സ്തുതികളുടെയും ഫലം കൊടുക്കുന്നവനായിട്ട് 3-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീ, അകാമനായിട്ടും സർവകാമനായിട്ടും മോക്ഷകാമനായിട്ടും ഒക്കെ ഭഗവാനെയാണ് ഉപാസന ചെയ്യേണ്ടത്. മഹാവിഷ്ണുവിനെ, ഈശ്വരനെയാണ് ആരാധിക്കേണ്ടത്. എന്നാൽ എല്ലാ ഉപാസനകളുടെയും ഫലം കിട്ടും. ഇവിടെ അഖില സത്വമൂർത്തി എന്നതിന് അങ്ങനെയാണ് അർത്ഥം കണക്കാക്കേണ്ടത്. എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. സൽപുരുഷന്മാരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖമുണ്ടാകുമ്പോൾ അവരെയൊക്കെ രക്ഷിക്കുന്നയാളാണ് ഭഗവാൻ
ഗീതയിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പരിത്രാണായ സാധൂനം, സാധുക്കളെയൊക്കെ ത്രാണനം ചെയ്യുക, രക്ഷിക്കുക. അതാണ് അവതാര ഉദ്ദേശ്യം തന്നെ. അങ്ങനെ സൽപുരുഷന്മാരെ രക്ഷിച്ചുകൊണ്ട് അസത്തുക്കളായവരെ അന്വേഷിച്ചാലും കിട്ടാത്ത രീതിയിൽ അത്ര അകലെയായിട്ട്, എന്നാലോ പരമഹംസന്മാരായ ആളുകൾ അവരന്വേഷിക്കുന്ന ആത്മാവിനെ കൊടുക്കുന്നവനായിട്ടും ഇരിക്കുന്ന ആളെന്നർത്ഥം. മറ്റൊരു തരത്തിലും ഈ ശ്ലോകത്തിന് അർത്ഥം കൽപ്പിക്കാം. സാധാരണ സന്മാർഗത്തിൽ ചരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ ഭക്തി ഉണ്ടാവും, അവർ ഉപാസിക്കും. അങ്ങനെ ഉപാസന മാർഗത്തിലൂടെ കർമ്മം ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അവരുടെ ഭൗതികമോ ലൗകികമോ ആയ ദുഃഖങ്ങളെയൊക്കെ മാറ്റി അവർക്ക് ഇഹലോകത്തും പരലോകത്തും സുഖം നൽകിക്കൊണ്ട് യോഗക്ഷേമങ്ങളെ അനുഗ്രഹിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ ഈശ്വരൻ. ആത്മാവ് മാത്രം മതി, ആത്മസാക്ഷാത്കാരമാണ് വേണ്ടത്, ഈശ്വര സാക്ഷാത്കാരം മാത്രം മതി എന്നുറപ്പിച്ച പരമഹംസരായ യോഗികൾക്ക് ആ ഫലത്തെ കൊടുക്കുന്ന ഈശ്വരൻ. അത് രണ്ടുമായിട്ടിരിക്കുന്ന ഭഗവാൻ വീണ്ടും വീണ്ടും നമസ്കാരം. നമോ നമസ്തേ സ്തുഷഭായ സത്വതം വിദൂരകാഷ്ഠായ മുഹുക്കുയോഗിനം നിരസ്തസാമ്യാതിശയേന രാധസ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. നമോ നമസ്തേ, ഭഗവാന് നമസ്കാരം. ഋഷഭായ സാത്വതാം, സൽപുരുഷന്മാരെ രക്ഷിക്കുന്ന ആളാണ്. നേരത്തെ ദുഃഖം ഇല്ലാതാക്കുന്നയാളാണെന്ന് പറഞ്ഞു. അവരെ രക്ഷിക്കുന്നയാളാണ് എന്നിവിടെ പറയുന്നു. വീണ്ടും പറയുകയാണ്, കുയോഗിനാം, യോഗത്തെ തെറ്റായി ധരിച്ച ആളുകൾ, തെറ്റായി ആചരിക്കുന്ന ആളുകൾ. യോഗമെന്ന് പറഞ്ഞാൽ ഈശ്വരനോട് ചേരുന്നത് എന്നൊക്കെ അർത്ഥം. അതിന് വേണ്ടതല്ലാത്തതൊക്കെ ചെയ്യുന്ന ആളുകൾ കുൽസിത യോഗികളാണ്, കുയോഗികളാണ്. അങ്ങനെയുള്ളവർക്ക് വിദൂരകാഷ്ഠായ, അവരിൽ നിന്ന് വളരെ ദൂരെയാണ് ഭഗവാൻ എന്നാണ്. മാത്രമല്ല, നിരസ്ത സാമ്യ അതിശയേന രാധസ, സാമ്യവും അതിശയവുമായി യാതൊന്നുമില്ലാത്ത, സാമ്യം തുല്യാവസ്ഥ, അതിശയമോ അതിനേക്കാൾ ശ്രേഷ്ഠം. ഇപ്പം ഭഗവാന് തുല്യനായിട്ടോ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ടോ ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഐശ്വര്യത്തിൽ വിരാജിക്കുന്ന ബ്രഹ്മം എന്ന തൻ്റെ ആ അവസ്ഥയിൽ സ്വധാമത്തിൽ ശോഭിക്കുന്ന ആ ഭഗവാന്, ആ ശ്രേഷ്ഠനായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ഇങ്ങനെയുള്ള സൽപുരുഷന്മാരെ രക്ഷിക്കുന്ന, ലൗകികവും ആത്മീയവുമായ സകല അനുഗ്രഹങ്ങളും നൽകുന്ന, സകലരെയും രക്ഷിക്കുന്ന ആ ഭഗവാനെ ഉപാസന ചെയ്യാൻ ഇവിടെ 2 ശ്ലോകങ്ങളിലും വിശേഷിപ്പിച്ച സൽപുരുഷൻ എന്ന ഗണത്തിലേക്ക്, നല്ല ആളുകളുടെ കൂട്ടത്തിലേക്ക് എത്തിച്ചേരാൻ നാം എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയുള്ള ആൾക്കാർക്കാണ് അതിന് സാധിക്കുക? അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, അത് വളരെ എളുപ്പമാണ്. യത് കീർത്തനം, യത് സ്മരണം, യദീക്ഷണം, യത് വന്ദനം, യത് ശ്രവണം, യദർഹണം, ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം. സകല കൽമഷങ്ങളും, കൽമഷം എന്ന് വെച്ചാൽ ദോഷമാണ്,
സകല ദോഷങ്ങളും തീർത്ത് ഈ ലോകത്തുള്ള സകല ആളുകളെയും ആ ഭഗവാനിലേക്ക് എത്തിക്കുന്ന മംഗളശ്രോതാവായ, കേൾക്കാൻ ഏറ്റവും ശ്രേയസ്കരമായിരിക്കുന്ന മംഗള കീർത്തിമാനെ ഉപാസന ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കീർത്തനം കീർത്തിക്കുക, സ്മരിക്കുക, കാണുന്നതൊക്കെ ഭഗവാന്റെ വിഗ്രഹങ്ങളായി കണ്ട് വന്ദനം ചെയ്യുക, കേൾക്കുന്നതൊക്കെ ഭഗവാന്റെ നാമജപങ്ങളാക്കി മാറ്റുക, എല്ലാം ഈശ്വരൻ്റെ പൂജയായിട്ട് ചെയ്യുക. ഹരിനാമകീർത്തനത്തിൽ പറയുന്നില്ലേ, യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്വതത് നാരായണ അർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. എല്ലാം നാരായണനായി കണ്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഭഗവാൻ എന്ന ഭാവത്തിൽ ഉയർന്ന് ആ ഭഗവാനെ നമസ്കരിക്കുന്നതാക്കി തീർത്താൽ വിധുനോതി കൽമഷം സദ്യ, ഉടനെ തന്നെ കൽമഷങ്ങളൊക്കെ തീർത്ത് ഭഗവാൻ അനുഗ്രഹിക്കും. നമ്മളെയും സൽപുരുഷന്മാരുടെ ആ വലയത്തിലേക്ക്, ആ കൂട്ടത്തിലേക്ക് ഭഗവാൻ അനുഗ്രഹിക്കാൻ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭഗവാനെ ആരാധിക്കാൻ സാധിച്ചാൽ നമ്മളും ഭാഗ്യവാന്മാരായി. അതുകൊണ്ട് അല്പം വിവേകമുള്ള ആളുകൾ, ഇതിനേക്കാൾ ലളിതമായ ഒരു മാർഗവും ഇല്ല ഇനി വേറെ എന്നറിയുന്നു. നമ്മളൊക്കെ ഹിമാലയത്തിലെ ഗുഹകളെ ആശ്രയിച്ച് തപസ്സനുഷ്ഠിക്കുകയോ ഒറ്റക്കാലിൽ നിന്നിട്ടോ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നിട്ടോ ഒക്കെ കഠിനമായ തപസ് അനുഷ്ഠിക്കുകയോ യാഗങ്ങൾ, സത്രങ്ങൾ ഒക്കെ നടത്തുകയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നാമം ജപിക്കാനും ഭഗവാനെ സ്മരിക്കാനും കീർത്തിക്കാനും വന്ദനം ചെയ്യാനും ആരാധിക്കാനുമാണ് നിർദ്ദേശിച്ചത്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ആർക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ്. ഇത്രയും എളുപ്പത്തിൽ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കും എന്നിരിക്കെ വിവേകമുള്ള ആളുകൾ എന്താണ് ചെയ്യുക? വിചക്ഷണാഹ, വിവേകമുള്ളവർ ചരണോപസാദനാത് സംഘം വിദുസ്യോ ഭയതയന്തരാത്മന, ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ച് ഇഹലോകത്തും പരലോകത്തും ലോകവ്യവഹാരത്തിലുള്ള ആസക്തിയൊക്കെ വെടിഞ്ഞ് ഭഗവാന്റെ പാദങ്ങളെ മാത്രം ആശ്രയിച്ച് ബ്രഹ്മഗതിം ഗതക്ലമാവിന്ദന്തി, ബ്രഹ്മഗതിയെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ക്ലമം എന്ന് വെച്ചാൽ ക്ലേശം, ബുദ്ധിമുട്ട്, ഗതക്ലമ ക്ലേശം കൂടാതെ, ലവലേശം ബുദ്ധിമുട്ടില്ലാതെ വളരെ വളരെ എളുപ്പത്തിൽ ആ ബ്രഹ്മഗതിയെ പ്രാപിക്കുന്നു. അപ്പോൾ എളുപ്പത്തിൽ ബ്രഹ്മഗതിയെ പ്രാപിക്കാനായിട്ട് ഈ ഭഗവാനെ ആശ്രയിക്കുകയേ വേണ്ടൂ. അത് വിവേകികൾക്ക് സാധിക്കണോ? അപ്പോൾ നമുക്കത് സാധിക്കുമോ ഇല്ലയോ? എങ്ങനെയറിയാം? വിവേകമുണ്ടോ എന്ന് നോക്കണം. നമ്മളൊക്കെ വിവേകമുള്ളവരാണെന്ന് പറയണമെങ്കിൽ ഈ ലോകവ്യവഹാരത്തെ അത് ഇന്ന് വന്ന്, ഇന്നലെ ഇല്ലാത്തതാണ് കേട്ടോ, ഇന്ന് വന്ന് നാളെ ഇല്ലാതായി പോകുന്ന ലോകവ്യവഹാരത്തെ, സന്തോഷത്തെ, സുഖത്തെ മാത്രം ആശ്രയിച്ചിരിക്കാതെ ഇന്നലെയും ഇന്നും നാളെയും എന്നും നിലനിൽക്കുന്ന ബ്രഹ്മാനന്ദത്തെ ആഗ്രഹിച്ച് അതിനായിട്ട് വകതിരിവോടെ ഭഗവാനെ ആശ്രയിക്കുന്നവർ, അവരാണ് ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ള
മംഗളകീർത്തിമാനായ ഭഗവാനെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു. അതിപ്പോൾ വിവേകത്തോടു കൂടിയിട്ട് ഏത് തരത്തിലുള്ള ഉപാസനകളായാലും, അത് തപസ് ചെയ്യുന്നവരായാലും ദാനം ചെയ്യുന്നവരായാലും അനേക തരത്തിലുള്ള ദാനം നൽകിയിട്ടുള്ള ആൾക്കാർ, പലതരത്തിലുള്ള യോഗികളുണ്ട്, മന്ത്രങ്ങളും ഉപാസനകളുമൊക്കെ ശീലിച്ച ആൾക്കാരുണ്ട്. ഏത് മാർഗത്തിലുള്ള ഏതുപാസന ചെയ്യുന്നവരായാലും ക്ഷേമം ന വിന്ദന്തി വിനായതർപ്പണം, ഏതൊരു ഭഗവാനെ ആശ്രയിക്കുന്നില്ലയോ അപ്പോൾ ഈ പറഞ്ഞ ഒന്നും തന്നെ ആത്യന്തികമായി അവർക്ക് ബ്രഹ്മഗതിയെ നൽകുന്നില്ല. തപസ് ചെയ്തവരുടെ പലരുടെയും കഥ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ മോക്ഷം കിട്ടിയവർ എത്രയോ തുച്ഛം. ബാക്കി ഭൂരിഭാഗവും തപസ്വികളുടെയൊക്കെ കഥ, അത് അവർക്കൊക്കെ എന്തെങ്കിലും അപചയം സംഭവിച്ചതിനെ കുറിച്ചാവും. അത് ഈശ്വരാർപ്പണമായ തപസ് അല്ലെങ്കിൽ ആ തപസ്സും വലിയ ഗുണമൊന്നും ചെയ്യില്ല. ദാനം കൊടുത്ത് പിന്നെ ഓന്തായിത്തീർന്ന നൃഗൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഭഗവത് അർപ്പണമായിട്ടല്ലാത്ത ദാനം അത് നിഷ്ഫലമായി തീരും. ഫലമില്ലാതാവുക മാത്രമല്ല, പലപ്പോഴും വിപരീത ഫലം ചെയ്തു എന്നും വരും. അതുപോലെ മന്ത്രോപാസന ചെയ്യുന്നവർ, അവരിൽ എത്രയോ ആളുകൾ ആ മന്ത്രത്തിൻ്റെ ഉപാസനയിലുള്ള വൈകല്യം കൊണ്ട് അപകടത്തിലായിപ്പോയ കഥകളുണ്ട്. ആത്യന്തികമായിട്ട് വേണ്ടതെന്താ? ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവതർപ്പണമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ എല്ലാം തന്നെ വൃഥാവിലായിത്തീരും. അങ്ങനെ ആവാതിരിക്കാൻ ആ ഭഗവാനെ ആശ്രയിക്കൂ എന്ന് നമ്മോട് പറയുന്നു. ഇനി ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? അങ്ങനെ ചിന്തിക്കുക തന്നെ വേണ്ട. ആ ചിന്തയ്ക്ക് പ്രസക്തിയില്ല. കാരണം ഭഗവാനെ ആശ്രയിക്കാനുള്ള ആഗ്രഹം ഉണ്ട്, അതിനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. അതിനായി ഒരാശയത്തെ നമ്മിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ, അങ്ങനെ സന്നിവേശിപ്പിക്കപ്പെട്ട ആ ആശയം, അതിനായിട്ട് നിയുക്തരായിട്ടുള്ളവരാണ് നാം എല്ലാം തന്നെ. അല്പമെങ്കിലും ശാസ്ത്ര ബുദ്ധിയുണ്ടെങ്കിൽ ഭഗവാൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് തന്നെ കണക്കാക്കും. അങ്ങനെ നോക്കിയാൽ ഭഗവാൻ നാം ജനിച്ച ഗോത്രമോ ജാതിയോ മതമോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും നോക്കില്ല. അങ്ങനെയുള്ളതിനൊക്കെ ഒരു പരിഗണനയും നൽകപ്പെടുന്നില്ല. ആകെയുള്ളൊരു പരിഗണന ഭക്തിയുണ്ടോ എന്നാണ്. അത് മാത്രമേ നോക്കുള്ളൂ. അങ്ങനെ ഭക്തിയുണ്ടെങ്കിൽ നോക്കൂ, ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, ഏത് മഹാപാപിക്ക് പോലും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകാൻ സാധിക്കുമെന്ന്. അന്നത്തെ വർണ്ണാശ്രമ വ്യവസ്ഥകളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട കിരാത, ഹൂണ, അന്ധ്ര, പുളിന്ത, പുൽക്കസന്മാരെ, ആഭീര, കങ്ക, യവന, ഖസാദയ ഇങ്ങനെയുള്ള വർണ്ണാശ്രമ വ്യവസ്ഥകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇവരൊക്കെ. അങ്ങനെയുള്ളവരായാൽ പോലും അന്യേച പാപാ, മറ്റ് മഹാപാപം ചെയ്തവർ ആയാലും ശരി, യതുപാശ്രയാശ്രയ, അവർ പോലും ഭഗവാനെ ആശ്രയിച്ച ആളുകളെ ആശ്രയിച്ചാൽ, ഭഗവാനെ ആശ്രയിക്കുന്നവർ ഭക്തന്മാർ, ആ ഭക്തന്മാരെ ആശ്രയിച്ചാൽ പോലും ശുദ്ധ്യന്തി,
ഇങ്ങനെയുള്ളവർ പോലും, പാപികൾ പോലും ശുദ്ധീകരിക്കപ്പെടുന്നു. തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. അത്തരത്തിലുള്ള പ്രഭാവത്തോടു കൂടിയ ഭഗവാന് നമസ്കാരം. ഭക്തന്മാർക്ക് ഭഗവാനോടുള്ള പ്രേമം, ഭക്തി, അത് ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു. കാന്തത്തോട് തൊട്ടു നിൽക്കുന്ന ഇരുമ്പ് കഷണത്തിൽ കാന്തിക സ്വഭാവം പകർന്നു കിട്ടുന്നു. അതുപോലെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഭക്തന്മാർക്ക് പാപികളെ ശുദ്ധീകരിക്കാനുള്ള സിദ്ധി കൈവരുന്നു. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കാൻ കഴിയാതെ പോയവർക്ക് ഭക്തന്മാരെ ആശ്രയിച്ചാലും മതി. യദുപാശ്രയാശ്രയ, ആശ്രയിച്ചവരെ ആശ്രയിച്ചാലും ഭഗവത്കൃപയ്ക്ക് പാത്രമാകും എന്ന് സാരം. പാപികളെപ്പോലും കൈവല്യത്തിലേക്ക് നയിക്കാനുള്ള ഉപായം ഭഗവാൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ ഭഗവാൻ വേദസ്വരൂപനാണ്, ധർമ്മമയനാണ്, തപോമയനാണ്. ബ്രഹ്മാവും മഹേശ്വരനും കൂടി വളരെ ആവേശത്തോടുകൂടി സ്തുതിക്കുന്നയാളാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ. ഇതേ ഭഗവാൻ ശ്രീപതിയാണ്, അതുപോലെ യജ്ഞപതിയാണ്, പ്രജാപതിയാണ്, ധിയാംപതി, അതായത് ബുദ്ധിയുടെ പതിയാണ്, ലോകത്തിൻ്റെ പതിയാണ്, ധരയുടെ, ഭൂമിയുടെ പതിയാണ്, അന്ധകന്മാർ, വൃഷ്ണികൾ തുടങ്ങിയ യാദവ വംശജരുടെ പതിയാണ്. ഭഗവാൻ ഈ ലോകത്തിൻ്റെ സർവത്തിൻ്റെയും പതിയാണ്. ഇപ്പോഴ് കൃഷ്ണനായി പിറന്ന് യാദവ വംശത്തെ പരിപാലിക്കുന്നതും അതേ സദാംപതി, എല്ലാറ്റിൻ്റെയും പതിയായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ മേ പ്രസീദതാം, എന്നിൽ പ്രസാദിക്കണേ. യദംഘ്രി അഭിധ്യാനസമാധിതൗതയാ ധിയാനുപശ്യന്തി തത്വമാത്മന വദന്തി ചേതത് കവയോ യഥാരുചം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുക എന്ന ഒരേ ഒരു ധ്യാനം, നിരന്തരമായ ഒരു ചിന്ത, അതുകൊണ്ട് കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ഒരു ബുദ്ധി. ഭഗവാന്റെ പാദം കഴുകിയത് കൊണ്ടാണ് ഗംഗാനദിക്ക് ആ മഹത്വം കൈവരിക്കാൻ സാധിച്ചത്. നമ്മുടെ ചിത്തവും ഒരു നദി പോലെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ഭഗവാന്റെ പാദങ്ങളെ ചിന്തയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റിയാൽ, നിരന്തരം ആ ഭഗവത് സ്മരണ ഉണ്ടായാൽ, നമ്മുടെ ചിത്തമാകുന്ന നദിയും ഗംഗ പോലെ പരിശുദ്ധമാകും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധി കൊണ്ടേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ. അങ്ങനെ സാക്ഷാത്കരിച്ചിട്ടുള്ള മഹാത്മാക്കൾ ഭഗവാനെ അറിഞ്ഞ ശേഷം അവർക്കെങ്ങനെയാണോ ഭഗവാൻ പ്രത്യക്ഷീഭവിച്ചത്, എങ്ങനെയാണോ ഭഗവാനെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്, അവർക്ക് ഉള്ളിൽ തോന്നിയതുപോലെ യഥാരുചം, അവർക്ക് രുചിച്ചതുപോലെ ഭഗവാൻ വർണ്ണിക്കുകയാണ്. ചിലർ പട്ടുകോണകമുടുത്ത് അമ്പാടിയിൽ ഓടിക്കളിക്കുന്ന ഉണ്ണിയായിട്ട് കണ്ടു. ചിലർ നരസിംഹരൂപത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹ ലീലയെ തെളിഞ്ഞു കണ്ട് അതിനെ നന്നായിട്ട് വർണ്ണിച്ചവരുണ്ട്. കൃഷ്ണാവതാരത്തിലെ കുസൃതികളെ വർണ്ണിച്ചവരുണ്ട്. കൃഷ്ണാവതാരത്തിൽ തന്നെ അർജുനൻ്റെ തേരാളിയായിട്ട്
ഭഗവാനെ കണ്ടവരുണ്ട്. ലൗകിക കാര്യങ്ങളിൽ മുഴുകിയ ഗൃഹസ്ഥാശ്രമിയായിട്ട് കണ്ടവരുണ്ട്. മഹാവിഷ്ണു രൂപത്തിൽ ഉപാസിച്ചവരുണ്ട്. ഇങ്ങനെ അവരവരുടെ മനസ്സിനെ ഹഠാത് ആകർഷിച്ച ഭഗവാന്റെ പല രൂപങ്ങളെ, പല ഭാവങ്ങളെ മനസ്സിൽ നിരന്തരം ധ്യാനിച്ച് ഉറപ്പിച്ചവരുണ്ട്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നരസിംഹാവതാര കഥ പറയുന്നിടത്ത് ശ്രീകോവിലിൽ ആ രൂപത്തെ കണ്ടുകൊണ്ട് വർണ്ണിച്ചു എന്ന് പറയാറുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് അവർ വർണ്ണിക്കുകയാണ്. അവർക്കുള്ളിൽ തെളിഞ്ഞ പ്രകാരത്തിൽ അവർ വർണ്ണിക്കുകയാണ്. ചിത്തശുദ്ധിക്ക് വേണ്ടി അവർ ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ച് അവരനുഭവിച്ച ആ അനുഭവങ്ങളെ പങ്കിട്ട് തരികയാണ്. ആ ദിവ്യലീലകളെ വർണ്ണിച്ചു കൊണ്ടിരിക്കുക, അത് നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക, അത് വേണ്ടതുപോലെ കേൾക്കുവാനും അത് വേണ്ടതുപോലെ വർണ്ണിക്കുവാനും ഭഗവാനിൽ എന്നിൽ പ്രസാദിക്കണേ. മഹാത്മാക്കൾ അനുഭവിച്ച് വർണ്ണിച്ച് കേൾപ്പിച്ചത് ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ മറ്റുള്ളവർക്കും പങ്കുവച്ചു കൊടുക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് മുക്തിപ്രദനായ ഭഗവാൻ മുകുന്ദൻ എന്നിൽ പ്രസാദിക്കണേ എന്നാണ്. ഈ കഥകളൊക്കെ കേട്ട് കഥകളിൽ മാത്രം മുഴുകി രസിച്ചിരുന്നാൽ പോരാ, അത് മോക്ഷതനായ ഭഗവാന്റെ മുക്തിയിലേക്ക് നയിക്കുന്ന ലീലയാണ് എന്ന തോന്നൽ കൂടി വേണം എന്ന് സൂചിപ്പിക്കുകയാണ് മുകുന്ദൻ എന്ന പദത്തിലൂടെ. അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, മുൻപ് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ പുറത്തേക്ക് പ്രവഹിച്ചു. ഇവിടെ സരസ്വതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രചോദിതായേന പുരാ സരസ്വതി. സരസ്വതി എന്ന വാക്കിനിവിടെ വേദം എന്നാണ് അർത്ഥം. ആ വേദം ബ്രഹ്മമുഖത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകി. അതിനായി പ്രേരിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്നത് ആരാണോ ആ ഭഗവാന് നമസ്കാരം. വേദം അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും അംഗങ്ങളോടും എല്ലാം കൂടിച്ചേർന്ന് പുറത്തേക്ക് പ്രവഹിപ്പിച്ചത് ഭഗവാനാണ്. അത് ധ്രുവസ്തുതിയിൽ വ്യക്തമാക്കിയതാണ്. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്ത. ആ വൈഖര്യ വേദത്തെ ബ്രഹ്മമുഖത്ത് നിന്ന് പ്രവഹിപ്പിച്ച ആ ഭഗവാന് നമസ്കാരം. സമയേ ഋഷീണാം ഋഷഭ. ഋഷികളിൽ ശ്രേഷ്ഠനായ എന്നാണ് ഇവിടെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. വേദത്തിലെ എല്ലാ മന്ത്രങ്ങളെയും കാട്ടിത്തന്നത് ആദ്യം അവ ദർശിക്കാൻ കഴിഞ്ഞ ഋഷിമാരാണ്. ബ്രഹ്മാവാണ് ആദ്യത്തെ ഋഷി. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച വേദത്തെ ബ്രഹ്മാവ് തൻ്റെ 4 മുഖങ്ങളിലൂടെ പ്രവഹിപ്പിച്ചു. അവ ഋഷിമാർ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെയുള്ള ഋഷിമാരെ സ്മരിച്ചുകൊണ്ടാണ് വേദമന്ത്രം ജപിക്കാറും. ഇപ്പോൾ പ്രണവം ജപിക്കുകയാണെങ്കിൽ ബ്രഹ്മപ്രജാപതി ഋഷി എന്ന് സ്മരിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുക. അത് ഏത് വൃത്തത്തിലാണ്, ആരെയാണ് അതിലുപാസിക്കുന്നത് എന്നും ഒക്കെ സ്മരിച്ചുകൊണ്ട്. അതുപോലെ ഗായത്രി ആണെങ്കിൽ വിശ്വാമിത്ര ഋഷി എന്ന വിശ്വാമിത്രനെ സ്മരിക്കുന്നു. അങ്ങനെ ആരാണോ, ഏത് ഋഷിയാണോ അത് ലോകത്തിനായിട്ട് കാണിച്ചു തന്നത് ആ ഋഷിമാരെ ഓർമ്മിക്കുന്നു. അങ്ങനെ ഋഷിമാർക്കായി വേദത്തെ ഉച്ചരിച്ച ബ്രഹ്മാവിനെ ആദ്യം സ്മരിക്കുന്നു. ഋഷികൾക്ക്
ഉപദേശിച്ചത് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഇത് തോന്നിപ്പിച്ചത് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ ഇവിടെ ഋഷിമാരിൽ ഋഷഭൻ, ശ്രേഷ്ഠൻ എന്ന് സ്മരിച്ചു. ഋഷീണാം ഋഷഭനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഇങ്ങനെ 2-3 വിധത്തിൽ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ആദ്യം പറഞ്ഞത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയൊക്കെ നിർവഹിച്ചുകൊണ്ട് സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അന്തര്യാമിയായി സൃഷ്ടിക്കപ്പെട്ടതിൽ സത്തുക്കളായവരെ അനുഗ്രഹിച്ചുകൊണ്ടും അസത്തുക്കളായവരെ അവരെ അർഹിക്കുന്ന തരത്തിലുള്ള ശിക്ഷാ നടപടികളിലൂടെ അവരെ തിരുത്തി അവരെയും സൽപുരുഷ മാർഗത്തിലേക്ക് നയിക്കുന്ന ആൾ ആണ് ഭഗവാൻ എന്ന്. അതുപോലെ സത്തുക്കളായവരുടെ ദുഃഖങ്ങളെ തീർത്ത് അസത്തുക്കളായവർക്ക് അന്വേഷിച്ചാലും കിട്ടാത്ത ദൂരത്തിലിരിക്കുന്ന ആളാണ് ഭഗവാൻ എന്നും ഭഗവാനെ വാഴ്ത്തി. ബ്രഹ്മാവിന് പോലും തൻ്റെ വചസ്സുകളെ വേദരൂപത്തിൽ തോന്നിച്ച് ബ്രഹ്മമുഖത്തോടെ പ്രവഹിപ്പിച്ച ആൾ എന്നും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പിന്നീട് താൻ ഭഗവാനെ വർണ്ണിക്കാൻ പുറപ്പെടുകയാണ്. അതുകൊണ്ട് തൻ്റെ ഉള്ളിലും അതുപോലെ ഭഗവാൻ തോന്നിക്കണേ, ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പ്രാർത്ഥിക്കുകയാണ്. ഭൂതയേർ മഹദ്ഭിര്യ ഇമാ പുരോ വിഭോർ നിർമായശേതേ യദമൂഷു പുരുഷ ഭോങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. യാതൊരു സർവശക്തനാണോ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ഈ പുരങ്ങളെ, ഈ ശരീരങ്ങളെ നിർമ്മിച്ച് അവയിൽ അന്തര്യാമിയായി വർത്തിച്ച് തന്മൂലം പുരുഷൻ എന്ന നാമം ധരിച്ചുകൊണ്ട് 16 പ്രകൃതി ഗുണങ്ങളെ ആ 16ൻ്റെയും ഉത്തേജകനായിരുന്നു കൊണ്ട് പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ ചമൽക്കാരമുള്ളതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുരാണങ്ങളെ പ്രകാശിപ്പിക്കാനായിട്ട് തനിക്കും അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രത്യാശിക്കുന്നു. ഇങ്ങനെ 12 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇനി ഒരു ശ്ലോകത്തിൽ പിതാവും ഗുരുവുമായ വേദവ്യാസ മഹർഷിയെ നമസ്കരിക്കുകയാണ്. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പപുർജ്ഞാനമയം സൗമ്യ യൻ മുഖാംബുരുഹാസവം. സൗമ്യന്മാർ, അതായത് സമാധാനമുള്ളവർ, ശാന്തിയുള്ളവർ, സ്വസ്ഥരായവർ, യോഗികൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഏതൊരു വേദവ്യാസ ഭഗവാന്റെ മുഖത്ത് നിന്ന് നിർഗമിച്ചിട്ടുള്ളതായ ആ ആസവത്തെ ആസ്വദിച്ചുവോ അവിടെ ആസവം എന്ന വാക്ക് അത് ദ്രാവക രൂപത്തിലുള്ളതും മാധുര്യമുള്ളതുമായ വസ്തു എന്ന് സൂചിപ്പിക്കുന്നു. ഭാഗവതത്തിൻ്റെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട് പിബത ഭാഗവതം രസം എന്ന്. അപ്പം ഭാഗവതം ഒരു രസം ആണ്. ആ ആസവ രൂപത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള മാധുര്യമേറിയ ഭാഗവത രസം ഭഗവാൻ വേദവ്യാസൻ്റെ മുഖത്ത് നിന്ന് ഒഴുകി വരുന്ന ഭാഗവത രസം അത് കോരി കോരി കുടിച്ച്
അനേകം ആളുകൾക്ക് ആത്മാനന്ദം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിർവൃത്തി നേടാൻ അവരെ അനുഗ്രഹിച്ച വേദവ്യാസ മഹർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് വേദവ്യാസ മഹർഷിയെയും വന്ദിച്ചു. അനേകം ഭക്തന്മാർക്ക് ഭഗവാനെ പകർന്നു കൊടുത്ത വേദവ്യാസ മഹർഷിയെയും നമസ്കരിച്ചു. അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു വാചകം കൊണ്ട് കഥയിലേക്ക് ഒന്ന് സൂചിപ്പിച്ചു വച്ചു. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പരീക്ഷിത്ത് ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യം, ഭഗവാന്റെ സൃഷ്ടി മഹാത്ഭുതമായിട്ട് തോന്നണു, ആ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പരീക്ഷിത്ത് ചോദിക്കുകയുണ്ടായല്ലോ. ഇതുപോലൊരു ചോദ്യം മുൻപ് ശ്രീനാരദ മഹർഷി ബ്രഹ്മദേവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഭഗവാൻ ബ്രഹ്മദേവൻ നാരദരോട് പറഞ്ഞ മറുപടി ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. അത് കേൾക്കുമ്പോൾ അങ്ങയുടെ എല്ലാ സംശയങ്ങളും തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ ഉപസംഹരിച്ചു. ഭഗവാനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടുള്ള നമസ്കരിച്ചുകൊണ്ടുള്ള 12 ശ്ലോകങ്ങളും തൻ്റെ പിതാവും ഗുരുവുമായ വ്യാസനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകവും കൂടി 13 ശ്ലോകങ്ങൾ ചേർത്ത് ശുക സാരസ്വതം എന്ന് വിളിക്കുന്നു. ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാനായി ഭഗവാനോട് ചോദിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഭഗവാനെ സ്തുതിക്കുന്നതായ ഭാഗം. ഇത് നാമൊക്കെ മാതൃകയാക്കേണ്ടതാണ്. ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാൻ ഭഗവാന്റെ തന്നെ അനുഗ്രഹം വേണം. ഭാഗവതത്തെ അല്പമെങ്കിലും വായിക്കാൻ, വായിച്ചത് അല്പമെങ്കിലും ഉൾക്കൊള്ളത് അല്പമാത്രമെങ്കിലും മറ്റുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കാൻ നമുക്കും സാധിക്കണം. അതിനായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.